ഇവന് പെണ്ണ് തിരഞ്ഞ് നടന്നു തോറ്റു. എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ ഈ കാലത്ത് ഇത് തന്നെ അവസ്ഥ. ഏതിലൊക്കെ ഓടിയാലും പെണ്ണ് കിട്ടൂല. ഇപ്പോൾ നിങ്ങാനും ഒന്നിനെ അടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞാൻ. ഇല്ലെങ്കിൽ അവൻ കെട്ടാതെ തന്തയായി പോവും. ഇതിപ്പോ നമ്മുടെ മോൻ്റെ അനുഭവം മാത്രമല്ല മോളെ, ഇത് ഈ കേരളത്തിലെ പുതിയ പ്രതിഭാസമാണ്. എല്ലാ ചെറുക്കന്മാരുടെയും അനുഭവമാണ്. അത് എനിക്കറിയാം. അതല്ലേ നേപ്പാളിൽ പെണ്ണിനെ പ്രേമിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ ഞാൻ. ദയാവും വരുന്നുണ്ട്. പറഞ്ഞ പോലെ കൂടിയൊരു പെണ്ണുണ്ടല്ലോടി. വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവണ്ട. പാവം ഗതി കെട്ടിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു തെണ്ടികളും പെണ്ണ് കൊടുക്കില്ലെന്ന് വെച്ചാ പിന്നെ അവനൊരു ജീവിതമൊന്നും വേണ്ടേ? അവരിവിടെ എത്തി. ഒന്ന് ഞെട്ടിപ്പിക്കും ഞാൻ, അത് വേറെ കാര്യം. വെറുതെ വേണ്ടത പണിക്ക് പോകണ്ട. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ആമ്പിള്ളേരുടെ ബുദ്ധിമുട്ടൊക്കെ. ഏതാടാ ഈ പെണ്ണ്? നിന്നോടാ ചോദിച്ചത്? അമ്മ എന്നോട് നേപ്പാളിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നു. നേപ്പാളി ആയാലും എരപ്പാളി ആയാലും ഇങ്ങോട്ട് കയറ്റാൻ പറ്റൂല. പറ്റൂലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചിറക്കി കൊടുന്നാലേ നോക്കാനും എനിക്കറിയാം. ഒരു മലയാളിയായി എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ, മനസ്സിലായോ? ഈ കേരളത്തിന് പുറത്തും മനുഷ്യരുണ്ടേ. ഞങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചോളം പോരെ. അമ്മയുടെ വാക്കും പഴയ ചാക്കും ഒരേപോലെയാ. ഞങ്ങൾ ഇറങ്ങണോ? എങ്ങോട്ടിറങ്ങാൻ? വലത് കാല് വെച്ചാ കത്തീറിക്കരുണ്ട്. ഒരു കല്യാണമായ ഈ പരിപാടി നിർബന്ധമാണ്.